ഇപ്പം മൊത്തത്തിൽ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ചുമയുടെ തോന്നിവാസമാണല്ലോ. ഇപ്പോൾ ഇറങ്ങുന്ന പടങ്ങളുടെ പേര് തന്നെ പോക്കിരി, താൻ തോന്നി, മൊത്തം ഇപ്പോൾ തോന്നിവാസം. ആർക്കും കയറി എന്തും ചെയ്യാവുന്ന ഒരു തീപ്പെട്ടി കമ്പനി പോലെ ആയില്ലേ മലയാള സിനിമ. അല്ല, ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഒരു വലിയ നക്ഷത്രങ്ങളുടെ ലോകമാണ്, ഒരു വലിയ ഇൻഡസ്ട്രിയാണ്. ഈ രംഗത്ത് താങ്കൾ മുൻപ് ചെയ്തിരുന്ന സിനിമകളെ കുറിച്ച് നോക്കിയാൽ താങ്കളുടെ സിനിമകൾ ഏതാണ് വിജയിച്ചിട്ടുള്ളത് എന്നൊരു സംശയം പ്രേക്ഷകർക്ക് തീർച്ചയായും ഉണ്ടാവും. അല്ല, ഞാൻ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്, കലാമൂല്യമുള്ളതും കുറച്ച് കൊമേഴ്ഷ്യലായിട്ടുള്ളതും. എൻ്റെ ആദ്യത്തെ പടം ഞാൻ തുറന്നു പറയാം പരാജയമായിരുന്നു. പക്ഷേ രണ്ടാമത്തെ പടം വിജയിച്ചില്ല. മൂന്നാമത്തെ പടം സാമ്പത്തികമായ ചില പ്രശ്നങ്ങൾ, അതായത് ആള് കയറിയില്ല, അതുകൊണ്ട് പരാജയപ്പെട്ടു. നാലാമത്തെ സിനിമ പൊട്ടി. കാരണം വേറെ ഒന്നുമല്ല, ആ സിനിമയുടെ പേര് തന്നെ അതാണ്, ബലൂൺ. ഞാൻ അന്ന് പ്രൊഡ്യൂസറോട് പ്രൊഡ്യൂസർ നിർബന്ധിച്ചു ബലൂൺ എന്ന് പേരിടുന്നത്. ഞാൻ പറഞ്ഞു ബലൂൺ എന്ന് പേരിട്ടോ പൊട്ടു എന്ന് പറഞ്ഞു. ബലൂണല്ലേ, എത്ര ആയുസുണ്ട്, ഒന്ന് ആലോചിച്ച് നോക്കും മിസ്റ്റർ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പടം വിജയിച്ചല്ലോ. താങ്കളുടെ സിനിമ വിജയിച്ചു എന്നാണോ പറയുന്നത്? എൻ്റെ സിനിമയല്ല, മറ്റേ സത്യനന്ദിക്കാടിൻ്റെ പടം. എൻ്റെ പടത്തിൻ്റെ ഒപ്പം ഇറങ്ങിയില്ല ഓണത്തിന്, അത് വിജയിച്ചല്ലോ. കാരണം എൻ്റെ പടം പരാജയപ്പെട്ടുകൊണ്ട് മാത്രമാണ് സത്യനന്ദിക്കാടിൻ്റെ വിജയിച്ചത്. ഒന്ന് ഏത്തല്ലേ ഒന്നിന് വളാവൂ. ഞാൻ വീണ്ടും നേരത്തെ പറഞ്ഞതിലേക്ക് തിരിച്ചു വരാം. കാര്യം സീറ്റ് ബെൽറ്റ് സമ്പ്രദായം ഏർപ്പെടുത്തിയ ഒരാളാണ് താങ്കളെ. അതെങ്ങനെയാണ് ഏർപ്പെടുത്തിയത്? അതാണ് ഞാൻ പറയുന്നത്. മറ്റേ നമുക്ക് അതിലേക്ക് വരാം. എന്തായാലും കോൾ വരുന്നുണ്ട്. ഹലോ ഹലോ, എന്താണ് പേര്? എന്റെ പേര് തങ്കമ്മ. തങ്കമ്മ എവിടുന്നാണ് വിളിക്കുന്നത്? ഞാൻ പാതാളത്ത് നിന്നും തങ്കമ്മയാണ്. എന്തായാലും നമ്മോടൊപ്പം ഇപ്പോൾ സംവിധായകൻ കുമ്പിടിയുണ്ട്. സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? തീർച്ചയായും നമ്മുടെ ഡയറക്ടർ സാറോട് സംസാരിച്ചോളൂ. ഹലോ, ചാൻസ് തരാം. ഞാൻ ആദ്യം എനിക്കൊന്ന് കാണണം. ആ ഫോട്ടോ ഒന്ന് മറ്റേ അല്ല, അങ്ങനെയല്ല, സ്വയം നമ്മൾ അങ്ങനെ പറയുന്നതിൽ കാര്യമില്ല. ഞങ്ങൾ ഈ ഫോട്ടോ ജനിക്കാണോ എന്ന് നോക്കും. അതായത് ഈ ഫോട്ടോയ്ക്ക് വേണ്ടി ജനിച്ചവളാണോ, അതായത് ഫോട്ടോ. അപ്പൊ ഞാന് തങ്കമ്മയുടെ പേരൊന്ന് മാറ്റേണ്ടതായിട്ട് വരും ഇപ്പൊ സെലക്ട് ചെയ്യുകയാണെങ്കിൽ. ഞാനൊന്ന് ഇടപെടുകയാണ്. തീർച്ചയായും ഞാൻ ഇടപെടുന്നു. തങ്കമ്മ, ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇതിനു മുൻപ് ഏതെങ്കിലും സിനിമയിലോ അല്ലെങ്കിൽ നാടകത്തിലോ അഭിനയിച്ച ഒരു അഭിനയോ അത് പറയാൻ പറ്റില്ല സാർ. ഞാൻ സ്കൂളിൽ തൊട്ട് അഭിനയിച്ചേക്കണം. ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ ആദ്യം സാർ പറഞ്ഞു നിന്റെ അഭിനയം കൊള്ളാന്ന് പറഞ്ഞു. ഞാനിങ്ങനെ അറിയാവുന്നവരെയൊക്കെ കാണിച്ചപ്പോ സാറിനോട് പറഞ്ഞു നിന്റെ അഭിനയം കൊള്ളാന്ന് പറഞ്ഞു. സാറ് എന്ത് ക്വസ്റ്റ്യനാ ചോദിച്ചേ? ഈ സാർ എന്ത് ചോദിക്കാനും പറ്റി ഓർക്കുന്നില്ല. അങ്ങനെ എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചു സാറ്. അപ്പൊ ഞാനിങ്ങനെ അറിയാവുന്ന പോലെ കാണിച്ചു. പക്ഷെ എനിക്ക് ശരിക്കും അറിയാൻ പാടില്ലായിരുന്നു. അപ്പൊ സാർ പറഞ്ഞു കൊള്ളാന്നില്ല, അവനെയും കൊള്ളാന്ന് പറഞ്ഞു. ആ ഫോട്ടോ ഒന്ന് ഇമെയിൽ ചെയ്യൂ കേട്ടോ. ഇമെയിൽ ചെയ്യാം. അപ്പൊ ഞാൻ സാറിന്റെ കോള് പ്രതീക്ഷിച്ചിരിക്കുക സിനിമയിൽ അഭിനയിക്കാൻ. പിന്നെ ഓക്കെ, തീർച്ചയായും എല്ലാവിധ ആശംസകളും നേരുന്നു തങ്കമ്മ. ഒരു ഭാഗ്യമുണ്ടെങ്കിൽ തങ്കമ്മ ഒരു സിനിമാ നടിയായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, നമ്മൾ വീണ്ടും പറഞ്ഞു വന്നതിലേക്ക് വരികയാണ്. താങ്കളാണ് ആദ്യമായി സീറ്റ് ബെൽറ്റ് സമ്പ്രദായം ഏർപ്പെടുത്തിയത്. അതിനെ കുറിച്ച് പറയും. അതെ, ഞാന് ശരിക്കും ഈ മലയാള സിനിമയുടെ പ്രതിസന്ധി ഒഴിവാക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് അത്. അന്ന് ഞാൻ ചെയ്തു 10-25 വർഷം മുമ്പ്. തിയേറ്ററിൽ ജനങ്ങൾ കയറി കഴിഞ്ഞാൽ ഒരു ബെൽറ്റ് അങ്ങ് ഉണ്ട്, നമ്മളെ പൂട്ടുവാണ്. പിന്നെ ഇവർക്ക് ഇറങ്ങി പോകാൻ പറ്റത്തില്ല. സിനിമ തീരുന്നവരെ അവരിരുന്ന് കണ്ടേ പറ്റൂ, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ. അത് മാത്രമല്ല, വേറൊരു ഐഡിയ കൂടി ഞാൻ ചെയ്തു. ഈ പടം തീരുന്ന സമയത്ത് ദണ്ട് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുമല്ലോ. അതെ, പ്രൊഡ്യൂസർ ഉദ്ദേശിച്ചാണ് തെണ്ട് എന്നാണ് അതിന്റെ അർത്ഥം, അത് കൂട്ടി വായിക്കുമ്പോ. താങ്കൾ പുതിയ സിനിമ രംഗത്തേക്ക് കടക്കുകയാണ് എന്നൊരു വാർത്ത ഇടയ്ക്ക് കേട്ടു. താങ്കൾ പഴയ സിനിമകൾ റീമേക്ക് ചെയ്യാൻ പോവുകയാണെന്ന് കേട്ടു. ഏതാണ് താങ്കളുടെ മനസ്സിലുള്ള സിനിമ? ഇപ്പോ റീമേക്കിംഗ് സിനിമകളാണല്ലോ ഇപ്പൊ വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ രജനീകാന്തിന്റെ മരുമോൻ ഒരാളുണ്ടല്ലോ, ഈ കൊതുക് പോലെ ഇരിക്കുന്ന ഒരു ചെക്കൻ, ധനുഷ്. അപ്പൊ അവന്റെ പഠിക്കാത്തവൻ ഇറങ്ങി ഹിറ്റായപ്പോ ഉടനെ ഇറങ്ങി കുളിക്കാത്തവൻ, ഇനിയിപ്പൊ നനയ്ക്കാത്തവൻ, പെടുക്കാത്തവൻ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. ഞാൻ ഈ ചെമ്മീന്റെ 2ാം ഭാഗം എടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. അതായത് ഇപ്പോൾ സാഗർ ഇലിയാസ് ജാക്കി, അതെ, സാഗർ ഇലിയാസ് ജാക്കി റീലോഡഡ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇത് ചെമ്മീൻ റീലോഡഡ്.
ചെമ്മീൻ റീലോഡഡ്. യെസ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട് ആ സിനിമയ്ക്ക്. എനിക്ക് തോന്നുന്നത് ചെമ്മീൻ എന്ന സിനിമയിൽ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, അവസാനം പരീക്കുട്ടിയും കറുത്തമ്മയും മരിച്ചു കിടക്കുകയാണ്. കടപ്പുറത്ത് മരിച്ചു കിടക്കുന്ന സീനിലാണ് സിനിമ അവസാനിക്കുക. മരിച്ചു അവർ കടപ്പുറത്ത് മരിച്ചു കിടക്കുന്ന സീനിലാണല്ലോ സിനിമ അവസാനിക്കുക. കിടക്കുന്നല്ലേ ഉള്ളൂ, മരിച്ചിട്ടില്ലല്ലോ. മരിച്ചോ? ഏതെങ്കിലും ഡോക്ടർമാര് വന്ന് നോക്കിയോ ആ കടപ്പുറത്ത് വന്നിട്ട്? ഈ ഇങ്ങനെ നോക്കിയിട്ട് പറയില്ലേ ഹീസ് നോ മോർ എന്ന് പറയില്ലേ? പറഞ്ഞിട്ടില്ലല്ലോ. അതില്ല. അപ്പോൾ ഇത് കടപ്പുറത്ത് കിടക്കുന്നേ ഉള്ളൂ, മരിച്ചോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പാക്കിയിട്ടില്ല. ആ സമയത്ത് നമ്മൾ ധണ്ട് എന്ന് എഴുതി കാണിക്കുകയാണ്, പടം തീർന്നു. അവിടെ നിന്ന് നമുക്ക് പടം തുടങ്ങാം. ഈ മരിച്ചു കിടക്കുന്ന ഇതേ സീനിൽ ഒരു 5 ആംബുലൻസ് അങ്ങോട്ട് ചീറിപ്പാഞ്ഞങ്ങ് വരുന്നു. ഫസ്റ്റ് സീനിൽ ആദ്യം വന്ന ആംബുലൻസിൽ കറുത്തമ്മേനെ കൊണ്ടുപോകുന്നു, രണ്ടാമത് വന്ന ആംബുലൻസിൽ പരീക്കുട്ടീനെ കൊണ്ടുപോകുന്നു, മൂന്നാമത് വന്ന ആംബുലൻസിൽ മറ്റേ പളഞ്ഞിനെ കൊണ്ടുപോകുന്നു. അങ്ങനെ ആശുപത്രിയിൽ ചെന്ന് കഴിയുമ്പോൾ തന്നെ ഈ മറ്റേ ഓക്സിജനൊക്കെ കൊടുക്കുമ്പോൾ തന്നെ കറുത്തമ്മയ്ക്ക് ബോധം വരുന്നു. ഉടനെ തന്നെ കറുത്തമ്മയ്ക്ക് ബോധം വരുമ്പോൾ പരീക്കുട്ടിക്കും ബോധം വന്നു. അങ്ങനെ മറ്റേ എല്ലാവർക്കും അങ്ങനെ ബോധം വരുന്നു. അങ്ങനെ ഈ സമയത്ത് പളനി ചായ മേടിക്കാൻ പുറത്തു പോകുന്ന ഒരു സമയമുണ്ട്. ഈ ടൈമിൽ എന്ത് ചെയ്യും? പരീക്കുട്ടി കറുത്തമ്മയുടെ റൂമിലോട്ട് ചെല്ലുന്നു. അങ്ങനെ കറുത്തമ്മയായിട്ട് ചെറുതായിട്ടൊന്ന് കല്യാണം കഴിക്കുന്നു. അങ്ങനെ കറുത്തമ്മ വീണ്ടും ഗർഭിണിയാവുന്നു. അതോടുകൂടി നമ്മുടെ സിനിമയുടെ പേര് തന്നെ അന്വർത്ഥമാവുകയാണ്. എങ്ങനെ അന്വർത്ഥമാവുന്നു? ചെമ്മീൻ റീലോഡഡ്. അത്തരത്തിൽ തകഴി പോലും കാണാത്ത ഒരു പുതിയ പരിവേഷമാണ് ഈ സിനിമയ്ക്ക് താങ്കൾ ഉണ്ടാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും. മറ്റൊരു കാര്യം നമുക്ക് അറിയേണ്ടത്, പ്രേക്ഷകർക്കും അറിയേണ്ട ഒരു കാര്യമുണ്ട്. എന്നത്തേക്കാണ് താങ്കളുടെ സിനിമ റിലീസ് ഉണ്ടാവുക? ഇത് എൻ്റെ പടം റിലീസാകുന്നതെന്ന് പറഞ്ഞാൽ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ. ഹലോ ഹലോ ഹലോ, എന്താണ് പേര്? എന്റെ പേര് എൽദോസ് ആണ്. എൽദോസ് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ പാലാരിവട്ടത്താണ്. പാലാരിവട്ടത്ത് നിന്ന് എൽദോസ് വിളിക്കുകയാണ്. നമ്മുടെ ഇപ്പോൾ സംവിധായകൻ കുമ്പടി സാറുണ്ട്, സംസാരിച്ചോളൂ. ഹലോ സാർ. ഹലോ സാർ. ഹലോ സാറിനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ സാറിന്റെ പടങ്ങളൊന്നും എനിക്ക് ഇതുവരെ കാണാനായിട്ട് പറ്റിയിട്ടില്ല. ഒരുപാട് പേര് പറഞ്ഞ് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. സാറ് അപാരമായിട്ടുള്ള പടങ്ങളാണ് എടുക്കുന്നത്. എനിക്ക് പക്ഷെ ഇത് കാണണമെന്ന് ആഗ്രഹമുണ്ട്. എന്റെ സ്വന്തക്കാരും കൂട്ടുകാരും ഒക്കെ പറഞ്ഞ് ഒരുപാട് പുകഴ്ത്തിയിട്ടുണ്ട്. എൽദോസ്, താങ്കൾക്ക് അദ്ദേഹത്തിന്റെ പുതിയ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? തീർച്ചയായിട്ടും സാർ. ഇത് ഞാൻ അവസാനം പറയാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അല്ല, ഇത് അവസാനം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വേറെ ആരെങ്കിലും ചാൻസ് കൊണ്ടുപോകും. അതെ, പക്ഷെ ഇപ്പൊ ഫോൺ കോളിൽ അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുന്നോണ്ടാണ് സാർ എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. സാറിന്റെ പടങ്ങൾ കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ, പക്ഷെ സാറിന്റെ പടത്തിൽ അഭിനയിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ വളരെയധികം അഭിനയ മോഹം മനസ്സിൽ കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ്. എങ്ങനെയെങ്കിലും ഒരു ചാൻസ് എനിക്ക്. ഞാൻ 1-2 പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് സാർ. അതെ, ഏത് പടത്തില് സാർ? ഞാൻ അമ്മത്തൊട്ടിൽ എന്ന് പറഞ്ഞ പടത്തില്. അതില് സീനിലാണ്? അതില് സീനിലല്ല സാർ, തൊട്ടില് മേടിച്ചോണ്ട് വരുന്നത് ഞാനാണ് ആക്ച്വലി. അപ്പൊ അത് കാണിക്കുന്നില്ല? അത് കാണിക്കുന്നില്ല, പടത്തില് വരുന്നില്ല. ശരി. അപ്പൊ അങ്ങനെയുള്ള സിനിമയിലൊക്കെ അഭിനയിച്ചിട്ട് നമുക്ക് പ്രയോജനമില്ല, ഭാവിയിലേക്ക് കാര്യമില്ല. നല്ല റോളുകളിൽ അഭിനയിക്കണം. സാറേ, എനിക്ക് നായകനായിട്ടാണെങ്കിലും കുഴപ്പമില്ല സാർ. നായകനായിട്ടാണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ അത്യാഗ്രഹിക്കല്ല ആള്. എന്തെങ്കിലും ഒരു ക്യാരക്ടർ, നായകനോ അങ്ങനെ മെയിൻ ആയിട്ടുള്ള നോക്കട്ടെ. ഞാൻ ഒരു ഫോട്ടോ ഒന്ന് മെയിൽ ചെയ്ത് തരൂ കേട്ടോ. തീർച്ചയായും. കന്നഡയിൽ നിന്നും തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും ഹിന്ദിയിൽ നിന്നും ഒക്കെ താങ്കൾക്ക് ഓഫർ വരുന്നുണ്ടെങ്കിലും നമ്മളുടെ ഈ മലയാളത്തിന്റെ ഒരു എസൻസ് ഉള്ള സിനിമകളാണ് താങ്കൾ. ഞാൻ മലയാള മണ്ണിന്റെ, നിങ്ങൾക്കറിയാമല്ലോ, എനിക്ക് മലയാള മണ്ണിന്റെ മണമുള്ള ചിത്രങ്ങളാണ് താല്പര്യം. എന്നോട് സംസാരിച്ചു തുടങ്ങിയപ്പോഴേ നിങ്ങൾക്ക് ഫീൽ ചെയ്തില്ലേ, ഒരു മണം അടിച്ചില്ലേ, ഒരു മലയാള മണ്ണിന്റെ അത് ഒരു മണം? ഞാനത് ഈ സ്റ്റുഡിയോയിൽ വന്ന് ഇരിക്കുമ്പോൾ മുതൽ എനിക്കത് മണം അടിച്ചു തുടങ്ങുന്നു. അതെ, എന്നോട് സംസാരിച്ച മലയാള മണ്ണിന്റെ ഒരു മുഷ്ക് വരും, ഒരു മണം വരും. തീർച്ചയായും പ്രേക്ഷകരോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. താങ്കളുടെ സിനിമ വീണ്ടും റിലീസ് ആവട്ടെ. പുതിയ സിനിമയ്ക്ക് ഒരുപാട് നായികയെയും പ്രൊഡ്യൂസറായി തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി ഒരുപാട് സമയം ഈ ഗ്രാമത്തിന്റെ മുശുക്ക് മണം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നു. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.